ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ജനലിലുള്ള മാറാല, അതായത് ഇപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിലുള്ള മാറാലൊക്കെ കളയാന്ന് പറയുന്നത് നല്ല പ്രയാസമാണ്. നമ്മൾ മാറാല കോല് വെച്ചോ അതേപോലെ ചൂല് വെച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഈ ഒരു ഷോക്കേസിൻ്റെ മുകളിൽ കണ്ടോ ചെറിയ കുഞ്ഞ് ഗ്യാപ്പൊക്കെ, അങ്ങനെയുള്ള ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ കളയുക. പിന്നെ അതേപോലെ ഈ ഒരു കബോർഡിൻ്റെ കോർണർ ഭാഗത്ത് കണ്ടോ ചെറിയ കുഞ്ഞ് ഗ്യാപ്പുകളൊക്കെ, അവിടെയുള്ള ഈ പൊടികളൊക്കെ കളയുക. പിന്നെ അതേപോലെ കർട്ടൻ്റെ ഗ്യാപ്പിൽ വരുന്ന പൊടികളൊക്കെ കളയുക. ഇങ്ങനെ അതിനൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലെഗിൻസാണ്, അതായത് ബനിയൻ ക്ലോത്തിൽ വരുന്ന ഒരു ലെഗിൻസാണ്. ഇനിയിപ്പോൾ ലെഗിൻസ് തന്നെ വേണമെന്നില്ല, ബനിയനോ അല്ലെങ്കിൽ ടീഷർട്ടോ അങ്ങനെ എന്തായാലും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഇത് ബനിയൻ ക്ലോത്ത് ആവാൻ തന്നെ ശ്രദ്ധിക്കട്ടോ, കാരണം അതാവുമ്പോൾ കുറച്ച് നല്ല സ്മൂത്ത് ആയിരിക്കും, അതേപോലെ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വൃത്തിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നീളത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ജോയിൻ്റ് ഉണ്ട്, ഈ ഒരു ജോയിൻ്റ് കളയാട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ജോയിൻ്റ് കട്ട് ചെയ്ത് കളയാണ്. ഇനി ഇത് ഒരു 4-5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 2-3 പീസായിട്ട് ഞാനിതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇതാ ഞാനൊരു 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു പീസ് എടുത്ത് ജസ്റ്റ് സെൻറ്റർ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇനി നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു ഓപ്പണായ ഭാഗമില്ല, ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡ്, അതായത് ക്ലോസ് ആയ ഒരു ഭാഗമില്ല, ആ ഒരു ഭാഗത്താണ് ഞാൻ ഇനി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിവശം വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര ഭാഗം നമ്മൾ കട്ട് ചെയ്യാതെ വെക്കുക. ഇതിലേക്ക് നോക്കി മനസ്സിലാവില്ല. അതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്തതും കട്ട് ചെയ്യാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്, ഒരു 1/2 ഇഞ്ച് താഴെ വെക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു 3 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മോപ്പിൻ്റെ സ്റ്റിക്കാണ്, അതായത് കേട് വന്നൊരു മോപ്പിൻ്റെ സ്റ്റിക്കാണിത് കേട്ടോ. ഇനി ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇനി ഇതില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ആയാലും മതി, കുറച്ച് ആവശ്യമുള്ളൂ. അതിനുശേഷം ഈ കട്ട് ചെയ്ത പീസ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കട്ട് ചെയ്യാതെ വെച്ച ഒരു ഭാഗമില്ല, അതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വേണം നിൽക്കേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു കമ്പി, അതാ മുകളിലെ കമ്പില്ലേ, അതങ്ങോട്ട് പുറത്തേക്ക് കാണാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അതെന്താണുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കട്ടോ. ആ മുകൾ ഭാഗത്ത് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് തന്നെ ചെയ്യുക. അതിന് ശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവുക. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്ത പീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു 3 പീസ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 3 പീസ് ഇതിൽ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഇരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. കബോർഡിൻ്റെ കോർണറിൽ ഒരു ഗ്യാപ്പ് കണ്ടോ, അതൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, അവിടെ വെച്ച് തിരിച്ചാൽ മതി. അപ്പോൾ അവിടെയുള്ള മാറാല പൊടി അതൊക്കെ പെട്ടെന്ന് പോരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്യണം, അറ്റത്ത് നല്ല രീതിയിൽ തന്നെ റോൾ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഒരു കമ്പി ഫർണിച്ചറിലൊക്കെ തട്ടും. പിന്നെ ഇവിടെ ഇപ്പം കാണിക്കുന്നുണ്ടോ, കർട്ടൻ്റെ ഈ കുഞ്ഞു ഗ്യാപ്പിലൊക്കെ ഉള്ള പൊടികളൊക്കെ പോരും. കാരണം ഇത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സ്മൂത്താണ്, പിന്നെ നല്ല തിക്കിലാണ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ പോരും. പിന്നെ നമ്മൾ ഇത് മോപ്പിൻ്റെ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് നല്ല ഹൈറ്റിലുള്ള പൊടികളും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് തന്നെ കളയാൻ പറ്റും. കണ്ടോ, ഈ ഫ്ലവറിൻ്റെ ഇടയിലുള്ള മാറാല പൊടി അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി, പോരും. പിന്നെ ഇത് ജനലിൻ്റെ ഇടയിൽ കണ്ടോ ഈ കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ കണ്ടോ, ആ ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ പോരും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈയിടാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് വെച്ച് റോൾ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അതിൻ്റെ ഉള്ളിലുള്ള പൊടികളും മാറാലും ഒക്കെ പോകുന്ന നല്ല ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാറാലക്കോല ചൂല അതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര വൃത്തിയാവില്ല, കാരണം ഇത് ക്ലോത്തുമാണ്. പിന്നെ കണ്ടോ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുക്കുന്ന രീതിയിൽ തന്നെ പോരുക. അതേപോലെ ഈ ഒരു ഷോക്കേസിൻ്റെ മുകളിലുള്ള ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയുള്ള പൊടികൾ, അങ്ങനെയുള്ള കുഞ്ഞു ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ പോരും. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി, അത്ര ഒരു ഭാരമുള്ള പണിയൊന്നുമല്ല. പിന്നെ അതേപോലെ ഈ ഒരു റാക്കിൻ്റെ മുകളിലുള്ള പൊടികൾ അതൊക്കെ കണ്ടോ
ഇത് നല്ല ഹൈറ്റുള്ള സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോരും. അപ്പോൾ അവിടെയും ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര വൃത്തി നമ്മൾ മാറാലക്കോലോ ചൂല വെച്ച് ചെയ്താൽ പോലും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.